നമസ്കാരം. ഇന്നു മുതൽ പ്രഭാതിയമ്മ ഫുട്പാത്ത് നോക്കിക്കോളും, അല്ലെങ്കിൽ ഫുട്പാത്തിൻ്റെ ചുമതല ഏറ്റവും ഭരിക്കും എന്നൊക്കെയുള്ളൊരു ഷോർട്ട് കണ്ടു. കാരണം ഈ പ്രഭാതിയമ്മനെ പറ്റി വീഡിയോ ചെയ്യണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് 2-3 ദിവസമായിട്ട് ഇപ്പോൾ വൈറലായി നിൽക്കുന്ന ഒരു സംഗതിയാണ്. കോഴിക്കോടൊക്കെ ഫുട്പാത്തിൽ നിന്നുള്ള ബൈക്കുകാരെയൊക്കെ പുറത്ത് ആട്ടി പായിക്കുന്ന ഒരു പ്രഭാതിയമ്മ കുഴപ്പമൊന്നുമില്ല, ചെയ്യുന്ന നല്ല കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യ ദിവസം ചെയ്തത് നല്ല കാര്യമായിരുന്നു. പിന്നെ പ്രഭാതിയമ്മ റോട്ടിലിറങ്ങുന്നു, വണ്ടി തടുക്കുന്നു. അപ്പം അമൃതമായി കഴിഞ്ഞാൽ ഈ അധികമായി കഴിഞ്ഞാൽ അമൃതം വിഷം ആണെന്നുള്ള എന്ന് പറയുന്നത് പോലെ തന്നെ സംഭവമൊക്കെ ശരിയാണ്. നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്, അതിനൊക്കെ അഭിനന്ദിക്കുന്നു. നിങ്ങളെ വീട്ടിലോ ആർട്ടിയോ വന്ന് പൊന്നാടി അണിയിക്കുന്നു, ഗണേഷ് കുമാറോ ഫോണിൽ കൂടി ഈ അഭിനന്ദിക്കുന്നു, അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ ആ പണി തന്നെ ആവർത്തിച്ച് കഴിഞ്ഞാൽ അത് ബോറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എടുത്ത് നിങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെ നിങ്ങളെ തിരിച്ച് വിമർശിക്കും. അതായത് നിങ്ങളെ ഏറിക്കയറ്റുക എന്ന് പറയും. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആദ്യം ഒന്ന് തടുത്തു, ശരി. രണ്ടാമത് നിങ്ങളൊരു ബൈക്കുകാരൻ്റെ പുറകിൽ പിടിച്ച് വലിക്കുന്ന കാര്യമുണ്ട്. കമ്പി ഈ സീറ്റിൻ്റെ ബാക്കിലുള്ള പിടിക്കുന്ന കമ്പിയിൽ. അപ്പോൾ എന്തിനാണ് അതിൻ്റെ ആവശ്യം? എന്താണ് സംഭവം? അയാൾ ചെയ്ത് തെറ്റാണ്. ഫുട്പാത്തിൽ കൂടി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, ശരി, ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ല. അയാളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇറങ്ങാൻ പറഞ്ഞ് ഇറക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ബാക്കിൽ പിടിക്കുന്ന പുറകിൽ പിടിച്ചിങ്ങനെ വലിയ ഉന്തുവണ്ടി മറ്റേ പിടിച്ച് നിർത്തുന്ന പോലെ, അല്ലെങ്കിൽ ബ്രേക്കില്ലാത്ത വണ്ടി പിടിച്ച് നിർത്തുന്ന പോലെ നിങ്ങൾ ബാക്കിൽ പിടിച്ച് നിർത്തി. അയാൾ ഈ ബൈക്കിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബൈക്ക് 2 ബാലൻസ് 2 ടയറുള്ളൂ. ഈ ബാലൻസ് ടയറെ കൂടെയാണ് ഈ ബൈക്ക് ഓടുന്നത്. അപ്പോൾ അങ്ങനെ ബാലൻസ് തെറ്റി അയാൾ വീഴും എന്തിനു ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെന്ത് സമാധാനം പറയും? എനിക്ക് ഈ പ്രഭാതിയും വേണ്ടി ചോദിക്കാനുള്ള കാര്യം, നിങ്ങളെന്ത് സമാധാനം പറയും? നിങ്ങൾ റോഡ് നന്നാക്കാൻ ഇറങ്ങുക, സംഭവം ശരിയാണ്. ഇപ്പോൾ ഈ അടുത്ത് മാതൃഭൂമി ന്യൂസിൽ അവിടുത്തെ ഒരു അവതാരക പറയുന്നുണ്ട്, ഈ മേൽത്തോട്ടത്തിനൊക്കെ ഈ പ്രഭാതിയമ്മനെ പിന്നെ നിർത്താമെന്ന്. കാരണം അപ്പോൾ പ്രഭാതിയമ്മനെ പോലീസിലെടുക്കേണ്ട പരിപാടി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, അവർ ചെയ്തത് 100% തെറ്റ് ശരിയാണ്. ഓക്കെ, ഫുട്പാത്തിൽ കൂടി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, അതൊക്കെ സംഭവം ശരിയാണ്. അതിന് ആർട്ടിഒ ഉണ്ട്. അതുപോലെ തന്നെ അവിടെയൊക്കെ ഒരു പോലീസുകാർ നിൽക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും നിയമപരമായിട്ട് നിങ്ങൾ നീങ്ങുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു, അതൊക്കെ എല്ലാവരും അംഗീകരിച്ചു. പിന്നെ ആ പരിപാടി തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചാനലുകാർ നിങ്ങളെക്കൊണ്ട് ചെയ്യിച്ചാണെന്ന് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്, ചില സോഷ്യൽ മീഡിയകൾ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ബോറാണ്. ആ ചാനലുകാരോടൊക്കെ നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തതാണ്, പിന്നെ ചെയ്യുന്ന പോലെ ചില ചാനലുകാർ ഈ ചില സിനിമയിലൊക്കെ ഷൂട്ടിങ് ചെയ്തപോലെ, അതായത് പിന്നെ ആക്ഷൻ ക്യാമറ കട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന പോലെ, അങ്ങനെ നിങ്ങളെക്കൊണ്ട് ഏതെങ്കിലും ചാനലുകാർ ചെയ്യിക്കുകയാണെങ്കിൽ അവർക്ക് ചുട്ട മറുപടി നിങ്ങൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഈ ചാടറ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടാനും, ഓടറ കുഞ്ഞിരാമ എന്ന് പറയുന്ന ഓടാനും പറഞ്ഞു അങ്ങനെ കൊടുക്കരുത്. മനസ്സിലായില്ല? ഇപ്പോൾ ഇന്നും ഷോർട്ട് കാണുന്നുണ്ട്, പ്രഭാതിയമ്മ പിന്നെ ഫുട്പാത്ത് ഭരിക്കുന്നു പറഞ്ഞിട്ട്. കാരണം ഇതിങ്ങനെ എടുത്തു വെച്ച ആൾക്കാരിങ്ങനെ അരക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഫസ്റ്റ് ദിവസം ചെയ്തത് ഞാൻ അംഗീകരിക്കുന്നു, അത് കണ്ട കാര്യമാണ്. ഞാൻ പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യമില്ല, ഈ ബൈക്കുകാരുടെ പുറകിൽ പിടിച്ച് നിർത്തേണ്ട കാര്യമില്ല. അഥവാ അവൻ ബൈക്കുമായിട്ട് മുന്നോട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രഭാതിയമ്മ അതിൻ്റെ ഒപ്പം പോകും, അതിൻ്റെ കൂടെ പോകും. കാരണം പ്രഭാതിയമ്മ ബാലൻസ് തെറ്റി ബൈക്കുകാരൻ പോവുകയും ചെയ്യും, പ്രഭാതിയമ്മ അവിടെ വീഴുകയും ചെയ്യും. അതല്ലെങ്കിൽ ബൈക്കുകാരൻ പറയും. ഇതിൻ്റെ രണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല. അത് ഒന്നെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് പോലീസ് സ്റ്റേഷനിലോ ആർടിഒ ആയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്നും ബൈക്കുകാർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് നിയമപാലകർ, അവർ ചെയ്യേണ്ട കാര്യമാണത്. അല്ലാതെ ഏതെങ്കിലും ബൈക്കുകാരൻ ഓടിക്കയറുമ്പോൾ അവൻ്റെ പുറകിൽ കയറി പിടിച്ച് അവനവിടെ വീണ് അതൊരു സീനായി. ചിലപ്പോൾ അവനെ എഴുതിയിട്ട് നിങ്ങളെ മോന്തയ്ക്കായിരിക്കും അടിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ കാര്യം. നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്, സംഭവം ശരിയാണ്, അതെല്ലാവരും അംഗീകരിച്ചല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓവറാക്കി ചളവാക്കാതിരിക്കുക. അങ്ങനെ നിങ്ങളെ ആൾക്കാരെ എടുത്ത് പൊക്കിക്കൊണ്ട് ആൾക്കാർ തന്നെ നിങ്ങളെ ഇപ്പം ഈ എയറിലാക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? ശരിയെന്ന് നിർത്തുന്നു, കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, ഇനിയെങ്കിലും കണ്ട് മനസ്സിലാക്കുക. കണ്ടറിയാത്തവൻ കൊണ്ടറിയണമെന്നാണ് പറയുന്നത്. ശരി എന്നാൽ ബൈ.